നമ്മളെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത് നിർബന്ധിത പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്. നിർബന്ധിത പഠനം എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, കുട്ടികളെ നിർബന്ധിച്ചിട്ടാണ് നമ്മൾ വിദ്യാലയത്തിലേക്ക് അയക്കുന്നതും അവിടെ പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തിരിച്ചറിയണം. ആ നിർബന്ധിത പഠനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കളിയിലൂടെ പഠിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് താല്പര്യം ജനിക്കാനുള്ള, സമ്മർദ്ദങ്ങളില്ലാതെ കുട്ടികൾക്ക് ആനന്ദകരമായി പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കുന്ന വിദ്യാലയങ്ങൾ പലതും ഉണ്ട് അല്ലേ. സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതിന് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ. പാർക്കുകൾ സ്കൂളിൽ വരുന്നു, മറ്റ് സൗകര്യങ്ങൾ സ്കൂളുകളിൽ വരുന്നു. അതായത് ആക്ടിവിറ്റി ബേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനതന്ത്രങ്ങളെ കുറിച്ചിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അല്ലേ. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ നടക്കുന്നതിലേക്ക് നമ്മുടെ കുട്ടി കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് എന്ത് ചെയ്യും, പഠനം ഒരു ആസ്വാദനമുള്ളൊരു സംഭവമായിട്ട് മാറും. കുട്ടിക്ക് പഠനത്തെ സമ്മർദ്ദം നൽകുന്ന ഒന്നാക്കിയിട്ടല്ല നമ്മൾ മാറ്റേണ്ടത്, കുട്ടിക്ക് പഠനത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാക്കിയിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നതിൽ രക്ഷിതാക്കൾക്കും വലിയ പങ്കുണ്ട്. കാരണം വീട്ടിൽ നമ്മൾ ഈ പഠനത്തെക്കുറിച്ചിട്ടുള്ള സമ്മർദ്ദം കൊടുക്കുമ്പോൾ ആ സമ്മർദ്ദം എന്ത് ചെയ്യില്ല, കുട്ടിക്ക് ഒരു പഠനത്തോടുള്ള താല്പര്യം വർദ്ധിക്കില്ല. കുട്ടികൾ ആനന്ദകരമായി, കുട്ടികൾക്ക് ആക്ടിവിറ്റി ബേസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പഠനത്തിൽ താല്പര്യം കാണിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ കുട്ടികൾക്ക് അക്ഷരം എഴുതാൻ പഠിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് മലയാളം ഭാഷയിൽ തന്നെ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കാറുണ്ട്. അതിൽ നമ്മൾ ആദ്യം തുടങ്ങാറ് ആ എന്ന് അക്ഷരത്തിൽ നിന്നാണ് തുടങ്ങാറല്ലേ. ആ ഈ എന്നാണല്ലോ നമ്മൾ എഴുതി തുടങ്ങാറുണ്ടായിരുന്നത്. മലയാള ഭാഷയിലെ എഴുതാൻ ഏറ്റവും പ്രയാസമുള്ള അക്ഷരത്തിൻ്റെ പേരാണ് ആ എന്ന്. ആ ആയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ്, നമ്മളെ പഠനത്തെ തുടങ്ങാറ്. അതേസമയം അത് റായിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ അക്ഷരം നമ്മൾ റാ എന്നുള്ള അക്ഷരമാണ് കുട്ടിക്ക് ആദ്യം എഴുതാൻ പഠിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു മഴവില്ലിനോട് താരതമ്യം ചെയ്തിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിനോട് താരതമ്യം ചെയ്തിട്ടോ ഒക്കെ ആ ഒരു അക്ഷരത്തെ ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത് പിന്നീട് അത് ആയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നതും നേരിട്ടിട്ട് ഏറ്റവും പ്രയാസമുള്ള ഒരക്ഷരത്തെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ പഠനം സമ്മർദ്ദത്തിലൂടെയല്ല നമ്മൾ കുട്ടിയെ എന്ത് ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടത്. കുട്ടികൾക്ക് ആനന്ദകരമായി പഠനം പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വീട്ടിലും വിദ്യാലയത്തിലും രൂപം നൽകേണ്ടതുണ്ട്.